അന്തരിച്ച BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത്തിന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം RCCയിൽ നിന്ന് പുറത്തേക്കിറക്കും. കരമനായിലെ BMS ജില്ലാ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അജിത്തിന്റെ ആകസ്മിക വിയോഗം ഉണ്ടായത്. സംസ്കാരം നാളെ നടക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരം RCCയിൽ നിന്ന് വീണ ചേരുന്നു. വീണ, പറയൂ. കൃഷ്ണരാജ്, BMS ജനറൽ സെക്രട്ടറി GK അജിത് കുമാറാണ് അല്പസമയത്തിന് മുമ്പ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ RCCയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള വിയോഗത്തിൽ കടുത്ത വേദനയിലാണ് BMSന്റെ സഹപ്രവർത്തകരടക്കമുള്ളവർ ഇവിടെയുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അടക്കം ശിവജി സുദർശൻ അടക്കം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ആ വിയോഗത്തിൽ കടുത്ത വേദനയിലാണ് അവരൊക്കെ. അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളി രംഗത്ത് നിലപാടുള്ള ഒരു നേതാവായിരുന്നു. ഭാരതീയ മസ്ദൂർ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും അഭിമാനകരമായ, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭാരതീയ മസ്ദൂർ സംഘത്തിന് ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു വലിയ അതുല്യ പ്രതിഭയായിരുന്നു GK അജിത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്രായത്തിൽ അദ്ദേഹം തൊഴിലാളി രംഗത്ത് പ്രവർത്തനം തുടങ്ങിയ തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ സെക്രട്ടറിയായിട്ടും അതിനുശേഷം തന്നെ ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഖജാൻജി, ഇപ്പോൾ നിലവിൽ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. ഉജ്ജ്വലമായ ഒരു സംഘാടകൻ, തൊഴിലാളി രംഗത്ത് നിലപാടുള്ളൊരു തൊഴിലാളി നേതാവായിരുന്നു ശ്രീ GK. അദ്ദേഹത്തിൻ്റെ വേർപാട് സംഘകുടുംബത്തിന് തന്നെ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് യുവത്വം ഇന്നും നിലനിന്ന് ഏത് കാര്യത്തിലും സധൈര്യം നേതൃത്വം കൊടുത്തുകൊണ്ട് സാധ്യമല്ലാത്തത് സാധ്യമാക്കാൻ സാധിക്കുന്ന തരത്തിൽ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും പ്രേരണ നൽകാൻ സാധിക്കുന്ന ഒരു ഉജ്ജ്വല നേതാവിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ മസ്ദൂർ സംഘത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അതിയായ ദുഃഖം സംഘ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരം സഹപ്രവർത്തകൻ നഷ്ടപ്പെട്ട ഒരു വേർപാടിൽ അതിയായ ദുഃഖത്തിലാണ്. രോഗബാധിതനായിരുന്ന സമയത്ത് പോലും ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സമയം മാറ്റിവെച്ചിരുന്നല്ലോ, അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്തെ സംബന്ധിച്ച് അദ്ദേഹം ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഈ രോഗത്തിൽ നിന്നും അദ്ദേഹത്തിന് വിട്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. വളരെ വേദനാജനകമായിട്ടുള്ള മുഹൂർത്തത്തിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം വിട വാങ്ങിയത്. അർബുദ രോഗബാധിതനായി നീണ്ട നാൾ അദ്ദേഹം ചികിത്സയിലായിരുന്നു. രോഗത്തോട് നീണ്ട നാളെ അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രതീക്ഷകളൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിട വാങ്ങിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം 2 മണിയോട് കൂടിയായിരിക്കും കരമനയിലുള്ള BMS ജില്ലാ ഓഫീസിൽ പൊതുദർശനം ആരംഭിക്കുന്നത്. 5 മണി വരെ ആയിരിക്കും അവിടെ പൊതുദർശനം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തൊഴിലാളി വർഗത്തിന് വേണ്ടി നീണ്ട കാലം അദ്ദേഹം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ. വെള്ളറട സ്വദേശിയാണ്. വട്ടിയൂർക്കാവിലാണ് അദ്ദേഹം നീണ്ട നാളായി താമസിക്കുന്നത്. അവിടെയാണ് നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ആകസ്മിക വിയോഗത്തിന് താങ്ങാനാകാത്ത ദുഃഖത്തിലാണ്. ഒപ്പം തന്നെ സഹപ്രവർത്തകർ, വിലമതിക്കാനാകാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ തൊഴിലാളി വർഗത്തെ എപ്പോഴും ചേർത്ത് നിർത്തി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ നീതിക്ക് വേണ്ടിയിട്ടും പോരാടിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വലിയ തരത്തിലുള്ള മാനസിക ആഘാതമാണ് ഒപ്പമുള്ള സംഘടനാ പ്രവർത്തകർക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. അന്തരിച്ച BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി GK അജിത്തിന്റെ ഭൗതികദേഹം അല്പസമയത്തിനകം തിരുവനന്തപുരം RCCയിൽ നിന്ന് പുറത്തേക്കിറക്കും. നാളെയാണ് സംസ്കാരം. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.